ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല രസമുള്ളൊരു രസമാണ് ഉണ്ടാക്കുന്നത്. ഇത് തക്കാളിയൊന്നും ചേർക്കാത്ത രസമാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണിത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഏകദേശം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെയില്ല ഉലുവ, വളരെ കുറച്ച് മതി ഉലുവ, അതോടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളക് ചേർക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൂടി ചേർക്കാം. ഒരു 1/3 കപ്പ് വെളുത്തുള്ളി, അത് ഞാൻ 2ആയിട്ട് മുറിച്ചതാണ്, അതുകൂടി ചേർക്കുക. ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി, അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഇത് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് നല്ല രുചിയാണ് രസത്തിന്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടിയിലുള്ളത് കരിഞ്ഞു പോകും. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ പൊടികൾ ചേർക്കുമ്പോൾ എണ്ണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ട് അധികം എരിവില്ല. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഈ പൊടികളൊക്കെ നിങ്ങളുടെ എരിവിനും രുചിക്കും അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ടുണ്ട്, അതൊന്ന് കുതിർന്നിട്ടെ. ഈ പൊടികൾ ചേർത്ത ഉടനെ തന്നെ നമ്മൾ ഈ വാളംപുളി പിഴിഞ്ഞൊഴിക്കണം, അല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. പുളി ഉപ്പൊക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാവുന്നതാണ്. എന്തുമാത്രമാണോ രസം വേണം, അതിനനുസരിച്ച് നമുക്ക് എരിവ്, പുളി, കായമൊക്കെ ചേർക്കാം. അതൊക്കെ നമ്മുടെ രുചി അനുസരിച്ച് നമ്മൾ ചേർക്കുക. കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. പുളി അല്പം കുറവുണ്ടായിരുന്നു. കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ.